ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് തനിനാടൻ രീതിയിൽ എങ്ങനെ കൊഴുവ തോരൻ തയ്യാറാക്കാമെന്നാണ്. കൊഴുവ നമുക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. വറുത്ത് കഴിക്കാനും കറി വെച്ച് കഴിക്കാനും തോരൻ വെച്ച് കഴിക്കാനും നമ്മൾ ഇഷ്ടപ്പെടുന്നു. കൊഴുവയെ നത്തോലി എന്നും അറിയപ്പെടുന്നു. കൊഴുവ എന്ന് പറയുമ്പോൾ ചെറിയ മീനാണ്, നത്തോലി കുറച്ചുകൂടെ വലുതാണ്. അങ്ങനെയാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ 1/4 കിലോ കൊഴുവ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നു. ഇതിലും ചെറിയ കൊഴുവയാണെങ്കിൽ നമുക്ക് തലയൊന്നും കളയേണ്ടതില്ല. അല്ലാതെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വറുത്തൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു വലിയ സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, 2 ചെറിയ പച്ചമുളക് നേരിയതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില 2 തണ്ട് എടുത്തിട്ടുണ്ട്, ഒരു കുടംപുളിയുടെ കഷ്ണം ഇങ്ങനെ ചതച്ചു വെച്ചിരിക്കുന്നു, പിന്നെ അരമുറി തേങ്ങ ചിരണ്ടി എടുത്തത്, ചതച്ചെടുത്ത കൊല്ലമുളക്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. കൊഴുവത്തോരൻ തയ്യാറാക്കാനായി ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം 2 ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിന് വേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും അത് കഴിഞ്ഞ് സവോള അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുത്ത് ഇളക്കിയെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം നമ്മൾ ആദ്യം ചേർത്ത ഇഞ്ചി അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കുറച്ച് മൂത്ത് വരുമ്പോൾ 2 ടീസ്പൂണോളം കൊല്ലമുളക് ചതച്ചതിട്ട് കൊടുക്കാം. ഈ കൊല്ലമുളക് ഒന്ന് മൂത്ത് വരേണ്ടതുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പച്ചക്കുത്തൽ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചതച്ചു വെച്ച പുളിയും തേങ്ങാപ്പീരയും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി അല്പം വെള്ളം ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് മാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിനിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൊഴുവ ഇത് കഴിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം കൊഴുവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൊഴുവയിൽ ഉപ്പ് നന്നായി പിടിക്കാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കൊഴുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പീരയൊക്കെ ഒന്ന് നടുക്കോട്ട് കൂട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇതിനിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം നമ്മൾ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. ഇനി ഇതൊന്ന് വെള്ളം വലിഞ്ഞ് തുകർന്ന് കിട്ടാനായിട്ട് ഇതേപോലെ ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കാം. 1 മിനിറ്റത്തേക്ക് ഇങ്ങനെ തന്നെ കിടക്കണം. 1 മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഇളക്കി ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ തോരന് അത്ര കളർ തോന്നിക്കുന്നില്ല, കാരണം ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഞാൻ പുറത്ത് വെച്ചെടുത്തത് കൂടെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കൊഴുവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ മറക്കരുത്.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.